SIRൻ്റെ ഭാഗമായിട്ട് ഉള്ള എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കണം, അതിൽ ജാഗ്രത വേണം, തെറ്റിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിന് നല്ല പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. എൻ്റെ കാഴ്ചക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു. കുറച്ച് പേർക്കൊക്കെ ഞാൻ അയച്ചു, കുറച്ചെന്നല്ല ഒരുപാട് പേർക്ക് ഞാൻ മറുപടി അയച്ചു. പക്ഷേ ചിലരുടെ സംശയങ്ങൾക്ക് വളരെ നീണ്ട മറുപടി വേണം. അതൊന്നും എനിക്ക് അയക്കാൻ സമയം കിട്ടത്തില്ല, ബുദ്ധിമുട്ടുമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഈ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ കൊണ്ടുവരുന്ന ഫോമാണ്. ഇത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയോ? ഈ 2002 വോട്ടർ പട്ടിക യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള SIR എല്ലാം വോട്ടർ പട്ടികകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. 2002 ഇപ്പോൾ എടുക്കുന്ന ഒരു പട്ടിക. ആ പട്ടികയിൽ ഉൾപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ആ പട്ടികയിൽ ഉൾപ്പെട്ടവരല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും നമുക്കത് നേരെ ചൊവ്വേ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, ജാഗ്രതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പം അതിനില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഈ 2002 വോട്ടർ പട്ടികയിൽ പെട്ടവർ ആണെന്നുണ്ടെങ്കിൽ അത് അവർ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൂരിപ്പിക്കേണ്ടത്, ഞാൻ പറഞ്ഞതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമുണ്ട്, അതെല്ലാവരും പൂരിപ്പിക്കണം. അത് പട്ടികയിലുള്ളവരായാലും പട്ടികയിലില്ലാത്തവരായാലും എല്ലാം പൂരിപ്പിക്കണം. പിന്നെ ഈ നമുക്ക് ഇപ്പോഴെ 2025 പട്ടികയിലുണ്ട്, വോട്ടർ പട്ടികയിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പാണ് മുകളിലെ ഭാഗത്ത് ആദ്യം ഇടതുവശത്ത് നമ്മുടെ പേര്, അഡ്രസ്സ്, അതേപോലെ തന്നെ അതിലെ എപ്പിക് നമ്പർ, അതായത് നമ്മുടെ ഇലക്ട്രൽ കാർഡിലുള്ള നമ്പർ അതവിടെ കാണും. അത് നമ്മുടെ എപ്പിക് നമ്പർ, പുതിയ എപ്പിക് നമ്പറാണ് ആ കാണുന്നത്. ഇനി 2002 ചിലപ്പോൾ ചിലരുടെ എപ്പിക് നമ്പർ വ്യത്യാസം കണ്ടേക്കും. അത് 2002 വോട്ടർ പട്ടിക എടുത്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അത് എളുപ്പമാണ്. ആ വെബ്സൈറ്റിൽ SIR 2002 എന്നൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികകൾ കിട്ടും. വോട്ടർ പട്ടികയ്ക്ക് ജില്ല, നമ്മൾ ആ ജില്ലയുടെ സ്ഥാനത്ത്, ഇപ്പോൾ കൊല്ലം ജില്ലയാണെങ്കിൽ കൊല്ലം, അതെ. ഇനി നിയമസഭാ മണ്ഡലം LIC എന്ന് പറയും, അതായത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇത്. അതിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലം ജില്ലയിലുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം അവിടെ തെളിഞ്ഞു വരും. അതിനകത്ത് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള, ഇപ്പോൾ പുനലൂർ കൊടുക്കുന്നു. ഇനി അത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഏതൊക്കെ ബൂത്തുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് മുഴുവൻ കാണിക്കും. അത് നമ്മൾ പണ്ട് വോട്ട് ചെയ്യാൻ പോയിട്ടുള്ള ബൂത്ത് ഏതാണെന്ന് നോക്കിയാൽ, ബൂത്ത് നമ്പർ ഒന്നും അറിയണമെന്നില്ല, ആ ബൂത്ത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്, ഇപ്പോൾ ഒരു സ്കൂളിൽ, ഇപ്പോൾ വടമൺ UP സ്കൂൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3-4 ബൂത്തുകൾ കാണും. അതിലേതെങ്കിലും ഒരു ബൂത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുക. അതോടുകൂടി അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നത്. അതിൽ ബൂത്തിൻ്റെ നമ്പറുണ്ട്, പിന്നെ പിന്നെ അതുപോലെ തന്നെ പാർട്ട് നമ്പറുണ്ട്. ഇതിൻ്റെ പാർട്ട് നമ്പർ അത് ആവശ്യമുണ്ട്, ഇത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ക്രമ നമ്പർ അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ എത്രാമത്തെ സീരിയൽ നമ്പറിലാണ് നമ്മുടെ വോട്ടെന്നുള്ളത് അതുകൊണ്ട് അത് നമ്മൾ നോക്കി വെക്കണം. അത് 2002 നോക്കിയിട്ട് ഇതൊന്ന് എഴുതി മാറ്റി വെക്കണം. ഈ ഫോം കയ്യിലങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എടുത്തു വെച്ച് അങ്ങ് പൂരിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ ഫോം പൂരിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഈ ഫോം ഇലക്ഷൻ കമ്മീഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തന്നേക്കുന്ന ഫോമാണ് 2002 പട്ടിക, 2025 പട്ടികയിൽ നിന്ന് നമുക്ക് എടുത്ത് തന്നേക്കുന്നതാണ്. അത് നമുക്ക് അങ്ങനെ എളുപ്പമൊന്നും എടുക്കാൻ ഒക്കത്തില്ല. പിന്നെ അത് ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു പേപ്പറിനകത്ത് ഇത് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ശരിയായി എഴുതി വെക്കുക. എന്നിട്ട് അത് അപ്പോൾ അവിടെ വിട്ടുതരുത്തൊക്കെ നമുക്ക് വരുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ ഫെയറാക്കി അത് അഴിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഫോമിലേക്ക് തൊടാൻ. അതിന് മുമ്പ് കയറി ഇതിനകത്തൊന്നും ചെയ്യരുത്. ഈ ഫോമിൻ്റെ ആദ്യത്തെ ഭാഗം, ഇനി അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ, അത് എളുപ്പമാണ് കേട്ടോ. ആദ്യത്തെ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ജനനത്തീയതി എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ആദ്യം, പിന്നെ മന്ത്, പിന്നെ ഇയർ. ഇപ്പോൾ 25/5/1956 ആണെന്നുണ്ടെങ്കിൽ 25 ഒരു ഹൈഫൻ 05-1956 എന്ന് എഴുതണം. പിന്നെ ആധാർ ഓപ്ഷണലാണ്, ആധാർ നമ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓപ്ഷണലാന്ന് പറഞ്ഞുകൊണ്ട് അത് ഫില്ല് ചെയ്യാതിരിക്കരുത്. അത് കഴിയുന്നതും നമുക്ക് ആധാർ ഉണ്ടല്ലോ, നമ്മൾ ആധാർ നമ്പർ അവിടെ എഴുതി വെക്കണം. ഓപ്ഷണൽ എന്നൊക്കെ പറയുന്നതൊക്കെ
നമ്മളെ കളിപ്പിക്കാനുമൊക്കെയാണ്. അവസാനം അതൊരു ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കേണ്ട, അതുകൊണ്ട് അത് അവിടെ എഴുതി വെക്കണം. പിന്നെ അടുത്തതായിട്ട് പിതാവിൻ്റെ പേര് അല്ലെ മൊബൈൽ നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ സ്ട്രോക്ക് രക്ഷിതാവിൻ്റെ പേര്, അവിടെ പിതാവിൻ്റെ പേര് എഴുതണം. സ്ത്രീകളാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര് രക്ഷിതാവായിട്ട് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേർക്കുന്നതിന്. പിന്നെ മാതാവിൻ്റെ പേര്, അതുപോലെ മാതാവിൻ്റെ എപ്പിക് നമ്പർ, ഇതൊക്കെ പിതാവിൻ്റെയും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ആ 2002 പട്ടികയിൽ ഉണ്ട്. ആ എപ്പിക് നമ്പർ അത് വലത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികം അക്കങ്ങളുള്ള ഒരു നമ്പർ കിട്ടും. അതാണ് എപ്പിക് നമ്പർ അവിടെ വരുന്നത്. അത് നമ്മൾ അവരുടെ എപ്പിക് നമ്പറാണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. ഇനി അതല്ല പുതിയ പട്ടികയിലും മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ള ഇലക്ട്രൽ കാർഡിലുള്ള നമ്പറാണ് അവരുടെ എപ്പിക് നമ്പർ, അത് നോക്കി എഴുതാം. പിന്നെ പങ്കാളിയുടെ പേര് ബാധകമെങ്കിൽ, അതായത് ബാധകം എന്ന് പറഞ്ഞാൽ വിവാഹമോചിതയൊന്നും അല്ല, അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയിട്ടൊന്നുമില്ലെങ്കിൽ പങ്കാളിയുടെ പേര് എഴുതി വെക്കണം. ഇനി വിവാഹമോചിതരാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട കാര്യമില്ല, അതായത് ബാധകമല്ല എന്ന് അവിടെ കാണിച്ചാൽ മതി. പിന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ, ആ എപ്പിക് നമ്പർ ഈ പങ്കാളിക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ടല്ലോ ഈ ഫോം, അതിലെ മേളിലെ ഇടത്തെ അറ്റത്ത് നോക്കിയാൽ കിട്ടും ആ എപ്പിക് നമ്പർ, അല്ലെങ്കിൽ ഇലക്ട്രൽ കാർഡിലുണ്ട്, അത് അങ്ങ് എഴുതി വെച്ചാൽ മതി ആ നമ്പർ. അതാണ് അവിടെ ആ ഭാഗം പൂരിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. ഇതെല്ലാവരും ചെയ്യേണ്ടത് വേണം, എല്ലാവർക്കും പൂരിപ്പിക്കേണ്ട ഒരു സാധനമാണത് മുഴുവൻ. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് അതിലെ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഇതിൻ്റെ താഴെ അത് രണ്ടാമത്തെ ഭാഗം ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 ഭാഗങ്ങളായിട്ട് വീതിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മളത് നോക്കിയാൽ ഓരോരുത്തർ ചോദിക്കുന്ന സംശയമാണ്. ഒരാൾ ചോദിച്ചു നമ്മളത് മൊത്തം പൂരിപ്പിക്കണം, സാറ് പറഞ്ഞതിലൊരു ചെറിയ പെശകുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു. എനിക്ക് എൻ്റെ ഭാഗത്ത് പെശകൊന്നും ഉണ്ടായിട്ടില്ല, അത് പെശകല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞേക്കുന്നതാണ്, അത് കാര്യമായിട്ടുള്ളതുമാണ്. അത് ആ രണ്ടാമത്തെ ഭാഗത്തിൽ ആദ്യത്തെ ഭാഗം, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ്. മനസ്സിലായില്ലേ? അവസാന SIR എന്ന് പറയുന്നത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ, അതിലുൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ്. ആ വോട്ടറുടെ വിശദാംശങ്ങളാണ് കാണിക്കേണ്ടത്, അതിൽ ഉൾപ്പെട്ടത്. അത് നമ്മൾ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് എഴുതി വെക്കാവൂ. നമ്മൾ 2002 പട്ടികയിൽ ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യരുത്, അത് ക്രോസ് കട്ട് ചെയ്തിട്ടേക്കണം ആ ഭാഗം. ഒരിക്കലും നമ്മൾ അത് ഫില്ല് ചെയ്യരുത്. 2002 പട്ടികയിൽ നമ്മളില്ലെങ്കിൽ. ഇനി 2002 പട്ടികയിൽ നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ വോട്ടർ പേര് അത് നമ്മുടെ പേരാണ്. എപ്പിക് നമ്പർ അത് നമുക്ക് എഴുതാം. പിന്നെ ബന്ധുവിൻ്റെ പേര് അത് നമുക്ക് എഴുതി വെക്കാം. ആ ബന്ധം എന്താണ്, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ഇത് ഫില്ല് ചെയ്യണം. അത് എളുപ്പമുള്ള കാര്യമാണ്. അതിന് താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറുണ്ട്, ആ നമ്പർ വേണം. ഭാഗ നമ്പറുണ്ട്, അതായത് പാർട്ട് നമ്പർ, അത് എഴുതി വെക്കണം. ക്രമനമ്പർ, നമ്മുടെ ക്രമനമ്പർ, അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഇത് എഴുതി വെക്കണം. 2002 ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്യരുത്. പിന്നെ ഏതാണ്, വലതേ വശത്തോട്ട് പോകണം നമ്മൾ. അവിടെ വലത്തേ വശത്ത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ പേര്, അതായത് നമ്മുടെ ആ ബന്ധു, അതായത് അതിലെഴുതിയിരിക്കുന്ന മുൻകോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ, അതായത് വോട്ടർ എന്ന് പറയുന്നത് നമ്മൾ എലക്ടർ എന്ന് പറയും, വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. ബന്ധുവിന് ഏത് ബന്ധ, 2002 പട്ടികയിലുള്ള ബന്ധു. അപ്പോൾ നമ്മുടെ അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ ശരി, അച്ഛൻ്റെ പേര്, അല്ലെ അമ്മയുടെ പേര് എഴുതാം. അവിടെ എപ്പിക് നമ്പർ അവരുടെ അത് ആ വോട്ടർ പട്ടിക നമ്മൾ നോക്കുമ്പോൾ അത് കിട്ടും, അവരുടെ എപ്പിക് നമ്പർ അതിലുണ്ട്. ബന്ധുവിൻ്റെ പേര് എഴുതണം. അത് നമ്മൾ ആദ്യം മദറിൻ്റെ പേരാണ് എഴുതി വെക്കുന്നെങ്കിൽ ബന്ധു എന്ന് പറയുന്നത് ഫാദറാണ്, എഴുതാം. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് എന്താ അവർ തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഞാൻ ഭാര്യാഭർത്തൃ ബന്ധം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതി. അല്ലെ ഭർത്താവെന്ന് കാണിച്ചാലും മതി ബന്ധം, അതിലും നല്ലത് ഭാര്യാഭർത്തൃ ബന്ധം. ജില്ല, അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ഇത് താഴെ ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗ നമ്പർ, ക്രമ നമ്പർ, ഇത്രയും ഭാഗങ്ങൾ അതിലെഴുതി വെക്കണം. ഇനി ഇത്
ഇതിൽ ഈ 2025 ഈ പട്ടികയിൽ നമ്മളില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫോം അവർ കൊണ്ടുവരത്തില്ല. കാരണം നമ്മുടെ അതിനകത്ത് കാണുകയല്ല, നമുക്ക് അതിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് പുതുക്കിയിട്ടില്ല, അല്ലെ പിന്നെ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രൽ കാർഡ് ഇല്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അവർ ഫോം നമ്പർ 6 എന്ന് പറയുന്ന ഫോമുണ്ട്. അത് നമ്മൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ SIR 2002 അതിലെ ഫോം നമ്പർ 6 എന്ന് അടിച്ചു കൊടുത്താൽ നമുക്കൊരു ഫോം കിട്ടും. ഒരു 5 പേജുള്ള ഫോമാണ്. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആർക്ക്? അതായത് രജിസ്ട്രേഷൻ ഓഫീസർക്ക് കൊടുക്കണം, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അവിടെ കൊടുത്ത് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. 6ാമത്തെ ഫോം നമ്പർ 6 ഓർത്തോണം. അത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നറിയാമോ? അത് എപ്പോഴും കൊടുക്കാക്കത്തില്ല. ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 വരും. ആ കരട് വോട്ടർ പട്ടികയിൽ നമ്മളെ പേര് കാണുന്നില്ലെങ്കിൽ അപ്പോഴേ ഇത് കൊടുക്കാവുള്ളൂ. കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഫോം നമ്പർ 6 വേണ്ട. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫോം നമ്പർ 6 ചേർത്ത് പുതിയതായിട്ട് നമ്മൾ ചേർക്കണം അവിടെ. അതാ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫോം നമ്പർ 7, ഫോം നമ്പർ 8 എന്ന് പറയുന്ന 2 ഫോംസ് കൂടെ ഉണ്ട്. ആ ഫോം അതിൽ പ്രധാനപ്പെട്ട ഫോം നമ്പർ 8 ആണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് മാറണം, നമുക്കൊരു മണ്ഡലം ഒന്ന് മാറുക. കാരണം നമുക്ക് നമ്മുടെ ഈ വിവാഹിതരാകുന്ന ആളുകൾക്ക് പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു, അതിന് അവിടെ ആയിരിക്കും വോട്ടുള്ളത്. പക്ഷേ അതിങ്ങ് വരുന്നുണ്ടെങ്കിൽ ഇവിടോട്ട് ചേർക്കണമെങ്കിൽ ഈ ഫോം 8 ആണ് കൊടുക്കേണ്ടത്. അവിടുന്ന് ഇതിങ്ങോട്ട് മാറ്റാൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ചിലർക്ക് എന്താ പറയുക, ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫോം നമ്പർ 6-നകത്ത് തന്നെ ആ ഭാഗം കാണിച്ചിട്ടുണ്ട്. അതായത് ഇനി വേറെ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ചിലപ്പം ഐ മേ ഹാവ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു പോർഷനുണ്ട്. ചിലപ്പോൾ എനിക്ക് വേറൊരിടത്ത് വോട്ട് കാണും, ആ വോട്ട് എനിക്ക് വേണ്ട, എനിക്ക് ഈ മണ്ഡലത്തിലാണ് വേണ്ടത്, ഈ കോൺസ്റ്റിറ്റ്യുവൻസിലാണ് വേണ്ടത്, അതുകൊണ്ട് എന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളതിൽ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റേത് അതിനകത്ത് അത് ക്യാൻസൽ ചെയ്യണം. എൻ്റെ നേരത്തെ വല്ല വോട്ടും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്നുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, അതും കൂടെ വേണം. അപ്പോൾ ഫോം നമ്പർ 8 കൊടുക്കേണ്ടത് ഒരു മണ്ഡലം മാറണമെങ്കിൽ, ഒരു സ്ഥലം മാറി വരണം എന്നുണ്ടെങ്കിൽ അത് വേണം കൊടുക്കാൻ. അതാണ് നമ്മൾ ഇത്രയും ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതെന്താണെന്നറിയോ, ഇത് ആളുകളെ ചുറ്റിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യമാണ്, സംശയമൊന്നുമില്ല. ഈ ബീഹാറിലൊക്കെ ചെയ്ത് നമ്മൾ ഇത് ബീഹാറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇത്രയും സാക്ഷര കേരളം ആയിട്ടുള്ള നമുക്ക് തന്നെ എന്തുമാത്രം സംശയങ്ങൾ ആളുകൾക്ക് വരുന്നതെന്നറിയോ ഇത് ഫില്ല് ചെയ്യാൻ. സാറേ എൻ്റെ എപ്പിക് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്ന ആളുകളുണ്ട്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രൽ കാർഡിലുള്ള നമ്പറാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് തരുന്ന ഫോം ഉണ്ടല്ലോ, ഈ എന്യൂമറേഷൻ ഫോം, അതിൻ്റെ മുകളിൽ ഇടതുവശത്ത് ഈ എപ്പിക് നമ്പർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെടുത്താൽ മതി. സാറേ എൻ്റെ എപ്പിക് നമ്പർ, അപ്പം ചോദിക്കും ഇനി 2002 പട്ടികയാണെന്നുണ്ടെങ്കിൽ 2002 പട്ടികയിലെ എപ്പിക് നമ്പറുണ്ട്. ആ വോട്ടറുടെ അതിൽ 2002 അതിൽ ആ എപ്പിക് നമ്പർ അതിലുണ്ട്. ആ നമ്മുടെ ഇലക്ട്രൽ റോളിൽ ആ എപ്പിക് നമ്പർ കാണിച്ചിട്ടുണ്ട്. അത് വേണം എടുത്തെഴുതാൻ. പഴയത് നമ്മുടെ ഇലക്ട്രൽ കാർഡ് കയ്യിലില്ലെങ്കിൽ അത് തന്നെ വേണം എഴുതാൻ. അപ്പോൾ അത് എഴുതണം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഇതൊന്ന് മൊത്തം ഇത് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്തിട്ട് മാത്രം ആദ്യം നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതിങ്ങോട്ട് പകർത്തുക. അല്ലാതെ ആദ്യമേ എടുത്ത് വെച്ച് അങ്ങോട്ട് പൂരിപ്പിക്കാൻ പോരുത്. പൂരിപ്പിച്ചിട്ട് ചുരണ്ടും ചിലർ ചോദിക്കും വൈറ്റ്നർ അടിക്കട്ടോ, ഒരുപാട് സംശയങ്ങളാണ്. അതൊക്കെ മെനക്കേടാണ്. ഇനി ഒരു ഫോമേ അവർ തന്നിട്ടുള്ളെങ്കിൽ ഇവിടെയൊക്കെ ആദ്യം ഒരു ഫോമേ കൊണ്ടുതന്നുള്ളൂ. ഇനി BLO അടുത്ത ഫോം കൊണ്ടുവരും. ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നാളെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫോം ഫില്ല് ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പിശകൊക്കെ പറ്റിയുണ്ടല്ലോ, അത് നമ്മുടെ കോപ്പിയായിട്ട് കൈ വെക്കണം. മറ്റേ BLO കൊണ്ടുവരുന്ന അടുത്ത ഫോം ഉണ്ടല്ലോ, അത് ശരിയായിട്ട് തന്നെ ഫില്ല് ചെയ്ത് BLOയ്ക്ക് കൊടുക്കണം. ഇത് BLO ഒപ്പിട്ട് തരികയും ചെയ്യും നമുക്ക്. ഇനി രണ്ടും എടുത്ത് വെച്ച് അങ്ങ് നശിപ്പിച്ചേക്കുകയാണെങ്കിലോ ബുദ്ധിമുട്ടാണ്. 2 ഫോമും അങ്ങനെ ചെയ്യരുത്. വളരെ സൂക്ഷിക്കണം. അത് അങ്ങനെ വൈറ്റ്നർ ഇട്ടാൽ മതിയോ ചുരണ്ടണോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഫോട്ടോ, ഇതിൻ്റെ നമ്മുടെ ഈ ഫോട്ടോ ഉണ്ടല്ലോ, പഴയ ഫോട്ടോ ആയിരിക്കും ഇതിൽ കാണുന്നത് പലപ്പോഴും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ മുകളിൽ വലതുവശത്തൊരു കോളം ഉണ്ട്. അവിടെ സ്റ്റാമ്പ് സൈസാണ് കാണിച്ചേക്കുന്ന, പക്ഷേ സ്റ്റാമ്പ് സൈസ് അല്ല, നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കാം. ഞാൻ BLOട് ചോദിച്ചപ്പോൾ പാസ്പോർട്ട് സൈസാണ് മതിയെന്നാണ് പറഞ്ഞത്. അതാ ചെയ്യേണ്ടത്. അതങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരുമാതിരിപ്പെട്ട സംശയങ്ങളൊക്കെ തീർന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനി വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചിലരുടെ ചോദിക്കുന്നത് സാറേ എൻ്റെ പേരിൽ വ്യത്യാസമുണ്ട്, 2002 പട്ടികയിൽ ഉള്ള പേരിലും ഇപ്പോൾ ഉള്ള പേരിലും ചെറിയ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്തെങ്കിലും ഒന്നുകിൽ അവരുടെ പേരിനോടെ ഭർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും ചെറിയ ഇനീഷ്യലോ അങ്ങനെ വ്യത്യാസം വരിക. 2002 അത് തന്നെ ആ 2002 കോളത്തിൽ എഴുതാവുള്ളൂ. എപ്പോഴും ശ്രദ്ധയുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം പൂരിപ്പിക്കുമ്പോൾ നമ്മുടെ ശരിയായ പേരും അതുമൊക്കെ എഴുതാം, നമ്മുടെ ഇലക്ട്രിക് നമ്പർ എപ്പിക് നമ്പരും ഒക്കെ എഴുതി വെക്കാം. പക്ഷേ 2002 പട്ടികയിലുള്ളത് ഉള്ള വിവരം കാണിക്കുന്ന ഇടത്തെ ഭാഗം, അവിടെ ആ 2002 പട്ടികയിൽ എന്തുണ്ടോ അതേ ചേർക്കാവൂ. ആ പേര് തന്നെ ചേർക്കണം വോട്ടർ, അല്ലാതെ അതിൽ വ്യത്യാസം വരരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല, അത് തന്നെ കാണിക്കേണ്ടത്. പിന്നെ ബാക്കി വേറെ ഒന്നും ഇനി പുതിയതായിട്ടൊന്നും ഇല്ല. ഇതിനകത്ത് താഴെ ഒപ്പിടാനുണ്ട്. ആ ഒപ്പിടുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരാൾ ഒപ്പിടാൻ സ്ഥലത്തില്ല, ഇപ്പം ഈ ഗൾഫിലാണ്, കുഴപ്പമൊന്നുമില്ല, ഗൾഫിലിരുന്ന് ആളുടെ ഫോമും നമുക്കിവിടെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്ക് വീട്ടിലെ മുതിർന്ന ആൾ, അല്ലെ ഭർത്താവ്, അല്ലെ ഭാര്യ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒപ്പിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല ഒപ്പിടുന്നതിന്. അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതൊന്നും നോക്കാതെ വിദേശത്തിരിക്കുകയാണ്, ഫോം, അതായത് ഈ എന്യൂമറേഷൻ ഫോം വേണം, ഓൺലൈനിൽ ഇത് ചെയ്യാം. ആ ഓൺലൈൻ അത് നമുക്ക് ആ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. SIR 2002 എന്നടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു വരും, അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വെബ്സൈറ്റ് വരും, ഓൺലൈൻ ഹൗ ടു സബ്മിറ്റ് ഫോം ത്രൂ ഓൺലൈൻ. ആ ഓൺലൈൻ ആയിട്ടുള്ള അത് സബ്മിറ്റ് ചെയ്യാനുള്ള മാർഗം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓൺലൈനായിട്ട് പോലും ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണത്. കഴിയുന്നത് നേരെ കൊടുക്കുന്നതായിരിക്കും നല്ലത്.